എങ്ങനെയാണ് ദന്തക്ഷയം വരുന്നത്? 2 നേരവും ബ്രഷ് ചെയ്യുന്നുണ്ട് ഡോക്ടറെ, എന്നിട്ടും എൻ്റെ വായിൽ ദന്തക്ഷയം വരുന്നു. നമ്മുടെ വായിൽ ഒത്തിരി അധികം ബാക്ടീരിയാസ് ഉണ്ട്. ഇവ നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിലെ ഷുഗർ കണ്ടന്റിനെയും കാർബോഹൈഡ്രേറ്റ് കണ്ടന്റിനെയും മെറ്റബോളൈസ് ചെയ്ത് ആസിഡുകൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു. ബാക്ടീരിയകൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന ആസിഡ്സ് ആണ് ക്യാവിറ്റി ഉണ്ടാകാൻ മെയിൻ കാരണം. ഈ ആസിഡുകൾ നമ്മുടെ ടൂത്ത് സർഫസിലെ pH ലെവലിനെ കുറയ്ക്കുന്നു. pH കുറഞ്ഞു നിൽക്കുന്ന അവസ്ഥയിൽ ആസിഡുകൾ ഇനാമലിലെ മിനറൽസുമായിട്ട് പ്രവർത്തിച്ചതിനെ ഡിസോൾവ് ആക്കുന്നു. ഇനാമലുകൾ ദുർബലമാവുകയും ഈ മിനറലൈസേഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. കഴിക്കുന്ന ഭക്ഷണത്തിലെ ഷുഗറും കാർബോഹൈഡ്രേറ്റ്സും ക്യാവിറ്റി ഉണ്ടാവാൻ മെയിൻ കാരണക്കാരാണ്. കഴിക്കുന്ന സമയത്ത് ക്യാവിറ്റി പ്രിപ്പയർ ചെയ്യുമ്പോൾ ഡ്രിൽ ഉപയോഗിച്ച് സൂക്ഷ്മമായി എല്ലാ കേടുകളെയും നീക്കം ചെയ്യുന്നു. കേടുകൾ റിമൂവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ എക്സ്റേ എടുത്ത് ദന്തക്ഷയം ഏതൊക്കെ ലെയർ വരെ എക്സ്റ്റെൻഡ് ചെയ്തിട്ടുണ്ടെന്ന് ഉറപ്പുവരുത്തുന്നു. ദന്തക്ഷയം ഉണ്ടാകുന്ന ആദ്യ ഘട്ടത്തിൽ വൈറ്റ് സ്പോട്ട്സ് ആയിരിക്കും ഇനാമൽ ലെയറിൽ കാണപ്പെടുന്നത്. ഇത് കാലക്രമേണ ക്യാവിറ്റിയായി രൂപപ്പെടുന്നു. എങ്ങനെ ക്യാവിറ്റി വരാതെ ടൂത്തിനെ സംരക്ഷിക്കാമെന്ന് നോക്കാം. ഫ്ലൂറൈഡ് ടൂത്ത് പേസ്റ്റ് ഉപയോഗിച്ച് രാവിലെയും വൈകുന്നേരവും ബ്രഷ് ചെയ്യുക. ഫ്ലൂറൈഡുകൾ ഇനാമലിന്റെ ശക്തി കൂട്ടുകയും തുടക്കത്തിലുണ്ടാകുന്ന ചെറിയ ശോഷണങ്ങൾ മാറ്റാനും സഹായിക്കുന്നു. ദിവസവും ഫ്ലോസ് ചെയ്യുക. പല്ലുകൾക്കിടയിലും മോണകൾക്കിടയിലും അടിഞ്ഞുകൂടിയ അഴുക്കുകളെ നീക്കം ചെയ്യുക. പ്രധാനമായും ശ്രദ്ധിക്കേണ്ടത് ഹെൽത്തി ഡയറ്റ്. ഷുഗർ കണ്ടന്റ് അടങ്ങിയ ഫുഡ് ഒഴിവാക്കുക. സമീകൃത ആഹാരം കൂടുതലായി ഡയറ്റിൽ ഉൾപ്പെടുത്തുക. 6 monthsൽ ഒരിക്കലെങ്കിലും പ്രോപ്പർ ഡെന്റൽ ക്ലീനിങ് ചെയ്യുക. പല്ലുകളിൽ ക്യാവിറ്റി ഉണ്ടാകുന്നത് എങ്ങനെയാണെന്ന് മനസ്സിലാക്കുകയും ക്യാവിറ്റികൾ രൂപപ്പെടാതിരിക്കാൻ പല്ലുകളെ സംരക്ഷിക്കുകയും ചെയ്താൽ ഒരു പരിധിവരെ ക്യാവിറ്റി ഫോർമേഷൻ നമുക്ക് തടയാൻ സാധിക്കുന്നു. വർഷങ്ങളോളം ട്രീറ്റ്മെന്റ് ചെയ്യാതിരിക്കുമ്പോഴാണ് ദന്തക്ഷയം രക്തക്കുഴലുകളിലേക്ക് വ്യാപിക്കുകയും അവസാനം റൂട്ട് കനാൽ ട്രീറ്റ്മെന്റിലേക്ക് എത്തിപ്പെടുകയും ചെയ്യുന്നു. തുടക്കത്തിൽ തന്നെ ട്രീറ്റ്മെന്റ് ചെയ്യുകയാണെങ്കിൽ പല്ലുകളെ സംരക്ഷിക്കാൻ സാധിക്കുന്നു. അടയ്ക്കുന്ന സമയത്ത് ക്യാവിറ്റിയിലെ എല്ലാ അഴുക്കുകളെയും നീക്കം ചെയ്തതിന് ശേഷം പ്രോപ്പറായി വൃത്തിയാക്കിയതിന് ശേഷം ടൂത്ത് കളർഡ് മെറ്റീരിയൽ ഉപയോഗിച്ച് പല്ലുകളെ അടച്ച് സംരക്ഷിക്കുന്നു.